ഹായ് ഹലോ ആൻഡ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു നാടൻ വിഭവമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. മീൻ പൊള്ളിച്ചത്, അതും കരിമീൻ പൊള്ളിച്ചതാണെന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ പലർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും, എന്നാൽ ഞങ്ങളുടെ വേ ഓഫ് കുക്കിംഗ് എന്ന് കാണിച്ചു തരാനാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മളതിനാദ്യം നമ്മുടെ മീനിലേക്കുള്ള മസാലകൾ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പേസ്റ്റ്, മുളക് പൊടി, ആവശ്യത്തിന് എരിവിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ഫിഷ് മസാല ഒരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും വെള്ളം കൂടി ചേർത്തിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നാരങ്ങ നീര് ഇതിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, കാരണം നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നുണ്ട് നാരങ്ങയുടെ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മസാല ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ചൊരു കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓരോ മീനുകളും അതിൻ്റെ മസാലയിലിട്ട് നന്നായിട്ട് അങ്ങോട്ട് പിടിപ്പിച്ച് കൊടുക്കുക. പുറത്തുള്ളിലൊക്കെ ആയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മീനിൽ മസാല അങ്ങോട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കരിമീനൊക്കെ കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് പൊരിച്ചെടുക്കാതെ ഇങ്ങനെ ഒന്ന് പൊള്ളിച്ച് എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ഒരു നാടൻ ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ മീനുകളും മസാല ഒക്കെ തേച്ചിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ മസാല ഒക്കെ അതിന് മേൽ പിടിക്കണമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ടൈം കൊടുക്കുക. അപ്പോൾ അത്യാവശ്യത്തിന് നമ്മൾ സമയമൊക്കെ വെച്ച് മസാലയൊക്കെ അതിൻ്റെ മുകളിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ, നമ്മളതിൽ ഫുൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മീനൊന്ന് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്കിതിന് ജസ്റ്റ് ഒരു വേറൊരു മസാല ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ടൊരു മസാല ഉണ്ടാക്കുന്നുണ്ട്, സിമ്പിൾ മസാല. അപ്പോൾ നമ്മൾ അത് അപ്പുറത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഒരു സവാള കട്ട് ചെയ്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തതും പിന്നെ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക വെളിച്ചെണ്ണയിൽ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അത് കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ, അതിലേക്കും മറ്റേതിലേക്ക് 2 ടീസ്പൂൺ അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴന്ന് വരുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സമയം നമ്മുടെ മീനുകൾ അവിടെ കിടന്നിട്ട് കുക്കാവുന്നുണ്ട്, ചിലതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പെട്ടെന്ന് പണികൾ തീർക്കാം. ഇനി നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് ഫിഷ് മസാലയാണ്. അത് കുറച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഇതിൽ പൊടികളൊക്കെ വളരെ കുറച്ച് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ, കാരണം നമ്മുടെ മീനിൽ ഓൾറെഡി മസാല ഉണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഫിഷ് മസാല, മുളക് പൊടി, കാശ്മീരി, ഒരു കളറിന് കാശ്മീരിയും പിന്നെ കുറച്ച് കുരുമുളകും ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എണ്ണ കുറവായത് കാരണം കുറച്ചുകൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്, മീൻ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വാഴൻ്റെ ഇല ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതൊന്ന് വാട്ടിയെടുക്കണം. കാരണം നമ്മൾ മീൻ ഉള്ളിൽ വെച്ച് മടക്കുമ്പോൾ അത് പൊട്ടാൻ പാടില്ലല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ടൊന്ന് മാറ്റി ഇതാക്കിയെടുക്കണം. ഓരോ വാഴണ്ടിൽ നമ്മളങ്ങനെ ഇതാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഫിഷ് മസാല ചേർത്ത് കൊടുക്കുക. നമ്മളിത് പൊള്ളിക്കാനുള്ള ഇതിൽ കിടക്കുന്ന സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ മീൻ വെച്ച് അതിൻ്റെ മുകളിൽ വീണ്ടും മസാല വെച്ചിട്ട് നന്നായിട്ട് എന്നിട്ട് കോട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കറിവേപ്പിൻ്റെ ഇലയുടെ തണ്ട് വെച്ചിട്ടുണ്ട്, അതും കൂടി വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്തിട്ട് നമ്മൾ ആ ഒരു വാഴൻ്റെ ഇലയുടെ ആ ഒരു സ്ട്രിപ്പ് കൊണ്ട് തന്നെ അതൊന്ന് ടൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. അങ്ങനെ നമുക്ക് എല്ലാ മീനുകളും ഇനി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. ഇനി അടുത്ത മീൻ ഇതേപോലെ മസാല വാഴൻ്റെ ഇലയിലാക്കുക, മീൻ വെക്കുക, മുകളിൽ വീണ്ടും കോട്ട് ചെയ്യുക, കറിവേപ്പിലയുടെ തണ്ട് വെക്കുക, അങ്ങനെ കവർ ചെയ്യുക. അങ്ങനെ അത് പിന്നെയും ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ വാഴൻ്റെ ഇല അല്ല നമ്മുടെ മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കുന്ന പ്രോസസ്സ്. നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് നമ്മളെ മീൻ പൊരിച്ച ആ ചട്ടിയിൽ തന്നെ ഇട്ടിട്ടൊന്ന് ഒരു 10 മിനിറ്റോളം ഇതൊന്ന് പൊള്ളിച്ചെടുക്കണം. അപ്പോൾ തീ നന്നായിട്ട് അങ്ങോട്ട് കൂട്ടി വയ്ക്കണ്ട.
നമ്മൾ കുറച്ച് നേരം ഒന്ന് കടന്നിട്ട് വേവണം. ആ വാഴൻ്റെ ഒരു സ്മെല്ലും ആ കറിവേപ്പിലയുടെ സ്മെല്ലും ആ മീനിൻ്റെ ആ മസാലയുടെ ടേസ്റ്റൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ 2 ചട്ടി വെച്ചിട്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് പണി തീർക്കുകയാണ്. അപ്പോൾ ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. കാരണം ആ വാഴൻ്റെ കളർ മാറുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അത് കുക്കായിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതാ പറഞ്ഞത്, തീ നല്ലോണം കൊണ്ട് കൂട്ടി വെക്കരുത്. അപ്പോൾ എല്ലാതും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചോറ് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ചോറിൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഏറ്റവും നല്ല കോമ്പിനേഷനും. വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ നമ്മൾ മീൻ സാധാരണ കരിമീനൊക്കെ കിട്ടുകയാണെങ്കിൽ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യം വരുന്നില്ല. കാരണം ഇതിൽ തന്നെ ആ ഗ്രേവിയൊക്കെ ഉള്ള കാരണം നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേറൊരു കൂട്ടാൻ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ടും പറ്റും. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. വാഴൻ്റെ സ്മെല്ലും പിന്നെ ആ ഒരു മീനിൻ്റെയും കറിവേപ്പിലയുടെയൊക്കെ സ്മെല്ലൊക്കെ നല്ലൊരു സ്മെല്ല് തന്നെയാണ്. മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇനി മീനൊക്കെ കിട്ടുകയാണെങ്കിൽ എന്താണെങ്കിലും ഒന്ന് പൊളിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാം. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ അസ്സലാമു അലൈക്കും.